എവിടെ നോക്കിയാലും ആത്മീയതയുടെ പേരിൽ അത് പല പേര് പറഞ്ഞിട്ട് ആളുകളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ശറഅ് ഹറാമാക്കിയ പല കാര്യങ്ങളും, അതിൽ ഔത്താറുകൾ, മആസിഫുകൾ, വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീതങ്ങൾ നടത്തിക്കൊണ്ട് പഴയകാലത്തുള്ള സൂഫിയാക്കളും ഔലിയാക്കളും ആത്മീയ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന വലിയ വലിയ മഹാന്മാർ അവരുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അവരൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ശറഅ് വിരോധിച്ച പല കാര്യങ്ങളും ആത്മീയതയുടെ പേര് പറഞ്ഞ് പലരും ഷെയ്ഖായി ചമഞ്ഞുകൊണ്ട്, ആദ്യം ഞാൻ രണ്ടെണ്ണം പറഞ്ഞത് അഹ്ലുബൈത്തും ആത്മീയ രംഗവും വിലായത്തും ഒക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറയാണ്. ആ അടിത്തറ ഉറപ്പിക്കലാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ പ്രവർത്തിക്കുന്നതുമൊക്കെ ഔലിയാക്കളുണ്ട് എന്നും ഔലിയാക്കളുടെ കറാമത്തിനെ എതിർത്തിരുന്നവരെ എതിർക്കുവാനും അതുപോലെ തന്നെ മഹാന്മാരെ അവഗണിക്കുന്നവർക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതുപോലെ വിലായത്തും കറാമത്തും ഒക്കെ ഉണ്ട്, അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നാൽ അതിൻ്റെ പേരിൽ ധാരാളം കള്ളനാണയങ്ങൾ പഴയ കാലങ്ങളിൽ നടന്നതുപോലെ ഇന്നും നടക്കുന്നുണ്ട്. പച്ചക്കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഞാനിപ്പോ അടുത്ത് ഇതുപോലെ പറയപ്പെടുന്ന ഒരു ആള്, അയാൾ തന്നെ അയാളുടെ സദസ്സിൽ വലിയ പരിപാടി ഉണ്ടാക്കി പ്രസംഗിപ്പിക്കുകയാണ് ഒരാളെ കൊണ്ട്. ആ പ്രസംഗിക്കുന്നവൻ തലമറച്ചിട്ടില്ല. അങ്ങനത്തെ ഒരാൾ, അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളൊക്കെ കേട്ടിരിക്കും ചിലപ്പോ. ഇസ്ലാം ഹറാമാക്കിയ വീണയും അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഗീതത്തിൻ്റെ സദസ്സുകൾ ഉണ്ടാക്കി ഇതൊക്കെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനുള്ളതാണെന്ന് അവകാശപ്പെട്ട് നടത്തുന്ന ഒരു പരിപാടിയിൽ വെച്ച് ഒരാൾ പ്രസംഗിച്ചു. ഈ ഇരിക്കുന്ന ആള്, ഞാൻ ആളെ പേര് പറയുന്നില്ല, പ്രസംഗിക്കുന്ന ആള് അവിടെ ഷെയ്ഖായി നിൽക്കുന്ന ആളെ ചൂണ്ടിക്കൊണ്ട് പറയാണ്, ഈ ഇരിക്കുന്ന ആള് ആരാണെന്ന് നിങ്ങൾക്കറിയോ? എന്തിനാ പറയുന്നത്? ശറഇന് വിരുദ്ധമായ പലതും നേതൃത്വം കൊടുക്കുന്ന ആളെ വെളുപ്പിച്ചെടുക്കാൻ പറയുകയാണ്. പക്ഷ നുണയാ പറയുന്നത്. ഈ ഇരിക്കുന്ന ആള് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഈ ആള് വടകര മുഹമ്മദാജി തങ്ങൾ അവർകൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് അവർകൾ ശൈഖുനാ സുൽത്താനുൽ ഉലമക്ക് മഅരിഫത്തിന്റെ ദിക്റായി പറഞ്ഞു കൊടുത്ത് പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ് എന്ന് പച്ച മലയാളത്തിൽ ഇന്ന് ശൈഖുനാ സുൽത്താനുൽ ഉലമ ജീവിച്ചിരിക്കുമ്പം ഒരാൾ പ്രസംഗിക്കുകയാണ്. ആ ക്ലിപ്പ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോ എന്തു വന്നു? ഈ ഷെയ്ഖ് നടത്തുന്ന വാദ്യോപകരണങ്ങളും അദ്ദേഹം അവിടെ പലർക്കും സ്വീകരണം കൊടുത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമായിനെ വളരെ അങ്ങേറ്റം മോശമായി പറയുന്നതൊക്കെ വെളിപ്പിച്ചെടുക്കാൻ പറയുന്ന കള്ളം എന്താണ്? സുൽത്താനുൽ ഉലമക്ക് വടകര മുഹമ്മദാജി പാപ്പ തങ്ങള് മഅരിഫത്തിന്റെ ദിക്റായി പറഞ്ഞു കൊടുത്ത നേതാവാണ് ഈ ഇരിക്കുന്നത് എന്നാണ്. ഞാൻ ആ പ്രസംഗം കേട്ടു. ഞാൻ അന്ന് മർക്കസ് സഖാഫത്തി സുന്നിയയിലുണ്ട്. ഒരാഴ്ച മുന്നെയാണിത്, കുറേ ദിവസമായിട്ടില്ല, 7 ദിവസമായിട്ടുള്ളൂ. ഞാൻ അടിയിലെ റൂമിലാണ്, മുകളിൽ ഉസ്താദുണ്ട്. ഞാൻ സുൽത്താനുൽ ഉലമയുടെ അടുക്കൽ കയറി ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇന്ന ആളുണ്ട്, അദ്ദേഹത്തിന്റെ ചെയ്തികളൊക്കെ തെറ്റാണ് എന്ന് വളരെ വ്യക്തമാണ്. ആ ആളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട വടകര മുഹമ്മദാജി പാപ്പ തങ്ങള് നിങ്ങളോട് മഅരിഫത്തിന്റെ ദിക്റാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? അങ്ങനെ പറയുന്നു ഒരാൾ, പച്ച മലയാളത്തിൽ പ്രസംഗിക്കുന്നു, ക്ലിപ്പ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ പറഞ്ഞു, ഒന്നിങ്ങനെ ഇരുന്നിട്ട് നേർക്ക് ഇങ്ങനെ ആദ്യം ചാരിയിരിക്കരുത്, ഇരുന്നിട്ട് പറഞ്ഞു, എന്നോടൊരൊറ്റ ആളും വടകര മുഹമ്മദാജി പാപ്പ തങ്ങൾ എന്നല്ല, ഒരൊറ്റ ആളും അയാൾ മഅരിഫത്തിന്റെ ദിക്റാണെന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ല.
നോക്കി നിങ്ങൾ, ഇന്ന് ജീവിച്ചിരിക്കുന്ന സുൽത്താനുൽ ഉലമയുടെ പേരിലാണ് ഒരു കള്ളം പറഞ്ഞിട്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെയും ശരിയായ അഖീദയുടെയും ശരീഅത്തിന് വിരുദ്ധമായിട്ടും ആത്മീയത ചമഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി പച്ചക്കളവ് പറഞ്ഞത്. ഇത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് എന്തിനാണ്? ആ ക്ലിപ്പ് ഇപ്പോഴും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ആരും അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിലൊക്കെ പെട്ടുപോകും. അതുകൊണ്ട് ആത്മീയമായിട്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന, നേരത്തെ ഇവിടെ നമ്മൾ പറഞ്ഞ തങ്ങളുപ്പാപ്പയെ പോലെ ജാടയില്ലാതെ ബഹുമാനപ്പെട്ട ഉലമായിന്റെ പിന്നാലെ ശരിയായ അഖീദയിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനുവേണ്ടി പടപൊരുതിക്കൊണ്ട് 989 ശേഷം ഇവിടെ തന്നെ ഒരു ചെറിയ വിഷയം ഉണ്ടായപ്പോൾ എന്നോട് നേരിട്ട് തങ്ങളവർകൾ പറഞ്ഞു, കുണ്ടൂർ ഉസ്താദിൻ്റെ അടുത്ത് പോയി. അതിൻ്റെ ആ സൈഡിനാണ് ആ പള്ളി തോന്നുന്നത് അല്ലേ, പള്ളി ഉണ്ടാക്കിയത് തറവാടിൻ്റെ ഭാഗത്ത്. ആ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുണ്ടൂർ ഉസ്താദിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോയതായിരുന്നു തങ്ങളുപ്പാപ്പ. അപ്പോൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ കുണ്ടൂർ ഉസ്താദ് ചോദിച്ചത്രേ അതിനെത്ര ക്യാഷാവും. എന്നോട് നേരെ പറഞ്ഞതാ. അപ്പോൾ പറഞ്ഞു, എത്രയാണ് കാശ് എന്നൊന്നും കണക്ക് കൂട്ടി പോയതല്ലല്ലോ. അപ്പോൾ മനസ്സിൽ വന്നൊരു സംഖ്യ പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, സംഖ്യ അങ്ങോട്ട് എത്തിക്കാന്ന് പറഞ്ഞു. ആ നിലക്ക് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ആരെയും വകവെക്കാതെ ഇവിടെ നിലനിർത്താൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത് അങ്ങനെയുള്ള ആളായിരുന്നു നമ്മൾ ഇന്ന് ഇവിടെ കൂടി അനുസ്മരണം നടത്തുന്ന ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നവ്വറല്ലാഹു മർക്കദഹു. അവിടത്തെയൊക്കെ മദദ്, അതുപോലെ തന്നെ അവിടത്തൊക്കെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലൊക്കെ അല്ലാഹു തആല നൽകട്ടെ. കള്ളനാണയങ്ങളായിട്ട് അറിയാനും കൂട്ടത്തിൽ ഒറ്റ കാര്യം കൂടി പറയാണ്, ഇങ്ങനെ പരിസരത്തും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സിനിമാ പാട്ടുകൾ ഇട്ടുകൊണ്ട്, മ്യൂസിക്കുകൾ ഇട്ടുകൊണ്ട്, മസാമീറുകൾ വെച്ചുകൊണ്ട് ഇതൊക്കെ ദൗക്കുണ്ടാക്കാനുള്ളതാണ്, ഒഫിലത്ത് പോക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ഇതിൻ്റെയൊക്കെ പരിസരത്ത് പല സ്ഥലങ്ങളിലും വിളക്കൂതിയിട്ട് അർദ്ധരാത്രികളിലൊക്കെ ക്ലാസ്സുകളെന്ന് പറഞ്ഞിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്ക് വിരുദ്ധമായിട്ട്, അതുപോലെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇല്ലാത്തതും മറ്റും പറഞ്ഞ് സ്വപ്നം കാണിക്കുന്ന അവസ്ഥകളൊക്കെ പറഞ്ഞു നടക്കുന്ന പല മജ്ലിസുകളിലും, അത് ബുർദയുടെ പേരിലാണെങ്കിലും മറ്റ് ക്ലാസ്സുകളുടെ പേരിലാണെങ്കിലും നല്ലത് നല്ലതായിട്ട് കാണാനും, അതുപോലെ അതിൻ്റെ പേരിൽ നടക്കുന്ന ഈ പാഴ്വസ്തുക്കളെ അതായിട്ട് തിരിച്ചറിയാനും നമ്മളൊക്കെ ഉലമാവുമായി ബന്ധപ്പെട്ട് മാത്രമേ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്താന പരമ്പര മുറിഞ്ഞു പോയിട്ടുണ്ട്. നബി തങ്ങളുടെ പ്രത്യേകതയാണ് അവിടുത്തെ പെൺമക്കളുടെ മക്കളെ നബിയുടെ മക്കളായിട്ടാണ് കൂട്ടുക എന്ന്. സാധാരണ ശരീഅത്തിൽ ബനൂന ബനു അബിനാഇന വ ബനാതുന ബനൂഹുന്ന അബിനാ ഉർ റിജാലിൽ അബാഇദി എന്നാണ് സാധാരണ ഉള്ള കീഴ്വഴക്കം. നമ്മുടെ മക്കളെന്ന് പറയുന്നത് നമ്മുടെ നേരെ ആൺമക്കളും, ആൺമക്കളുടെ മക്കളും നമ്മുടെ നേരെ പെൺമക്കളുമാണ്. അതേസമയത്ത് ബനൂഹുന്ന നമ്മുടെ പെൺമക്കളുടെ മക്കൾ അബിനാ ഉർ റിജാലിൽ അബാഇദി, അത് മറ്റു തറവാട്ടിലെ ആണിൻ്റെ മോനാണല്ലോ എന്ന് പറഞ്ഞാൽ മകളുടെ മക്കളൊന്നും നമ്മൾ യാതൊരു ബന്ധമില്ല എന്നല്ല, അസബ എന്നുള്ള നിലയിലുള്ള ബന്ധം ഉള്ളവർക്കാണ് നേരെ മക്കൾ എന്ന് പറയാം. ആ ഒരു അർത്ഥത്തിൽ പെൺമക്കളുടെ മക്കളെ ബാപ്പയിലേക്ക് ചേർത്തി പറയുകയില്ല എന്ന ആ പതിവ് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കൾ വഫാത്തായി പോയപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അന്ന് പറഞ്ഞു അബുത്തർ എന്ന് പറഞ്ഞു ശത്രുക്കൾ, സന്താനം മുറിഞ്ഞു പോയവർ, ഇനി പരമ്പരയില്ലാത്ത ആൾ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞു ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഇന്ന എന്ന് പറയുന്നത് തന്നെ ഇല്ല എന്ന നിഷേധത്തിനെതിര് പറയുമ്പോഴാണ് അറബിയിൽ ഇന്ന എന്ന് പദം ഉപയോഗിക്കുക. തീർച്ചയായിട്ടും
അല്ല പറയാൻ തീർച്ചയായിട്ടും നമ്മൾ തന്നിരിക്കുന്നു. അള്ളാഹു പറയുകയാണ്, നമ്മളാണ്, അള്ളാഹുവാണ് നൽകുന്നവൻ, അള്ളാഹുവാണ് അതൊക്കെ തീരുമാനിക്കുന്നവൻ. എന്ന് അള്ളാഹുവിലേക്ക് നാ എന്ന് പറഞ്ഞ് ചേർത്തി പറയുന്നത് മിന്നത്ത് എന്നാണ് അതിന് അറബിയിൽ പറയാം. അള്ളാഹു വലിയ പവറ് പറയുകയാണ്, അള്ളാഹു മിന്നത്ത് പറയുകയാണ്. ഈ സമുദായത്തിന് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹം, മന്നല്ലാഹു എന്ന് പറയുന്നത് പോലെ അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു അൽ കൗസർ, ധാരാളം സന്താനങ്ങളെ നൽകിയിരിക്കുന്നു. ആ ധാരാളം എന്ന് പറഞ്ഞാൽ അന്ന് നൽകി എന്നുള്ളത് മാത്രമല്ല, ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോളം, അതാണ് ആ കൗസർ ധാരാളം എന്ന് പറഞ്ഞാൽ. ഭൂമി നിലനിൽക്കുന്ന കാലത്തോളം, സൂര്യൻ ഉദിക്കുന്ന കാലത്തോളം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഖിയാമത്ത് നാൾ വരെ എന്നർത്ഥം. ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമി ലോകത്ത് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ മുറിയാതെ ഒരു നേതാവിൻ്റെ പരമ്പര നിലനിൽക്കുമെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര മാത്രമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന് പറഞ്ഞതിന് അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ പ്രധാനിയായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ അത് രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇതാണ് പറയാനുള്ള മൂന്നിൽ ഒരു കാര്യം. അത് ബാക്കി ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, പലരും പറയാറുണ്ട് ഇസ്ലാമിൽ ജാതീയതയില്ല. അത് ശരിയാണ്. ഇസ്ലാം എല്ലാവർക്കും ഒരേ സ്ഥാനല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് മറ്റു പല മതങ്ങളിലൊക്കെ ബ്രാഹ്മണന്മാർ എന്ന് പറയുന്ന വിഭാഗമുണ്ട്, പിന്നെ അവരെ താഴെയുള്ളവരുണ്ട്, അവരുടെയും താഴെയുള്ളവർ, ഇങ്ങനെ ജാതി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി നിലനിൽക്കുന്നുണ്ട് മറ്റു മതത്തിൽ. ഇസ്ലാമിൽ അങ്ങനെയില്ല. അത് ശരിയാണ്. അതേസമയം ഇസ്ലാമിൽ ജാതീയതയില്ല എന്ന് പറയുന്നതിനർത്ഥം പവറുള്ളവരില്ല എന്നല്ല, എല്ലാവർക്കും ഒരേ പവർ എന്നല്ല ജാതീയതയില്ല എന്ന് പറഞ്ഞാൽ. ഇത് പറയുന്നത് എന്തിനാണ്? എല്ലാവരും അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ്, അടിമകളാണ്. അഹ്ലുബൈത്ത് തങ്ങന്മാർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാനമൊന്നുമില്ല. എല്ലാവരും അല്ലാഹുവിൻ്റെ അടിമകളല്ലേ. അത് ഇവിടെ മാത്രമല്ല പറയാറുള്ളത്. നല്ല ദിവസങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ പറയും, എന്താ നല്ല ദിവസം, എല്ലാം അല്ലാഹു പഠിച്ച ദിവസമല്ലേ. അതുപോലെ തന്നെ നല്ല സമയങ്ങളെപ്പറ്റി പറയുമ്പോൾ ചിലർ പറയാറുണ്ട്, എല്ലാം അല്ലാഹു പഠിച്ചതല്ലേ. ശരിയാണ്, എല്ലാം അല്ലാഹു പഠിച്ചത് തന്നെയാണ്. പക്ഷേ ചിലതിന് അല്ലാഹു ചിലതിനേക്കാൾ സ്ഥാനങ്ങൾ വെച്ചിട്ടുണ്ട്. സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, ദിവസങ്ങളൊക്കെ അല്ലാഹു പഠിച്ചതാണെങ്കിലും നബി തങ്ങൾ പറഞ്ഞു ജുമുഅ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. മാസങ്ങളൊക്കെ അല്ലാഹു പഠിച്ചതാണെങ്കിലും സയ്യിദു ശുഹൂർ റമദാനാണ്, അതിന് വലിയ പ്രത്യേകതയുണ്ട്. സ്ഥലങ്ങളൊക്കെ അല്ലാഹു പഠിച്ചതാണെങ്കിലും മസ്ജിദുൽ ഹറാമിന് വലിയ പ്രത്യേകതയുണ്ട്. അതുപോലെ മനുഷ്യരെ മുഴുവനും, പടപ്പുകളെ മുഴുവനും അല്ലാഹു പഠിച്ചതാണെങ്കിലും മനുഷ്യരും മനുഷ്യേതര ജീവികളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. നായയെ പഠിച്ചത് അല്ലാഹു തന്നെയാണ്, പശുവിനെ പഠിച്ചതും അല്ലാഹു തന്നെയാണ്. അതേ സമയത്ത് നായയും പശുവും ഒരേ സ്ഥാനമല്ല എന്നതുപോലെ മനുഷ്യരിൽ അല്ലാഹു തആല ജന്മനാ തന്നെ സ്ഥാനം നൽകിയവരുണ്ട്. അറിവ് കൊണ്ട് സ്ഥാനം നൽകുന്നവരുണ്ട്, നുബുവത്ത് കൊണ്ട് സ്ഥാനം നൽകിയവരുണ്ട്, വിലായത്ത് കൊണ്ട് സ്ഥാനം നൽകിയവരുണ്ട്. അതില് അഹ്ലുബൈത്ത് എന്ന് പറയുന്ന ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ളവർ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ളവർ ആരാണ്? അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ഭക്തിയുള്ളവരാണ്, ഏറ്റവും തഖ്വയുള്ളവരാണ്. ആരാ ഏറ്റവും തഖ്വയുള്ളവർ? ഈ ആയത്തോതിക്കൊണ്ടാണ് അഹ്ലുബൈത്തിനെ പലരും നിഷേധിക്കാറുള്ളത്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ആരാണ് ഏറ്റവും തഖ്വയുള്ളവർ? എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ ശിർക്കിനെ തൊട്ട് സൂക്ഷിക്കലാണ് ഏറ്റവും വലിയ ഭക്തി. രണ്ടാമതാണ് തെറ്റുകുറ്റങ്ങളെ തൊട്ട് സൂക്ഷിക്കൽ. ശിർക്കാണ് ഏറ്റവും, ഇന്ന ശിർക ലദുൽമുൻ അളീം, ഏറ്റവും വലിയ തെറ്റ് ശിർക്കാണ്. ഈ ശിർക്കിനെ തൊട്ട് കൂടുതൽ സൂക്ഷിച്ച പാരമ്പര്യം
പരമ്പര ആർക്കാണോ അവരാണ് ഏറ്റവും തഖ്വയുള്ളവർ. നമ്മുടെ പരമ്പര എന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളാകുന്ന അഹ്ലു ബൈത്തിന്റെ പരമ്പരയോ? ആരാണ് ശിർക്കിനെ ഏറ്റവും സൂക്ഷിച്ച പരമ്പര? നമ്മുടെ പരമ്പര 1, 2, 3 എണ്ണിക്കഴിഞ്ഞാൽ പിന്നെ ശിർക്കിലായിരിക്കും സാധാരണക്കാരുടേത്. അഹ്ലു ബൈത്തിൻ്റെത് അങ്ങനെയല്ല. ആ പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുട്ടുമ്പോൾ ഓരോ പരമ്പരയും ശിർക്കിനെ തൊട്ട് സൂക്ഷിച്ച പരമ്പരയാണ്, തൗഹീദിന്റെ പരമ്പരയാണ്. അതാണ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലും അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ട് എന്നും ആ പ്രസ്ഥാനത്തിനാണ് അവർ. അതുകൊണ്ട് ഈ ആയത്ത് ഓതിക്കൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസമൊന്നും ഇസ്ലാമില്ല, തഖ്വ കൊണ്ട് മാത്രമാണ്. ആയത്തിന്റെ അർത്ഥം ശരിയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ആദ്യം പ്രഥമ പടി ശിർക്കിനെ തൊട്ടുള്ള സൂക്ഷിപ്പാണ്. മൂന്നാമത്തെ കാര്യം അതും കൂടി പറഞ്ഞു നിർത്തുകയാണ്. മൂന്നാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട തങ്ങളവർകളെ സംബന്ധിച്ച് പറയുമ്പോൾ നല്ല ആലിമായിരുന്നു. ഗുണ്ടൂർ ഉസ്താദിന്റെ അടുക്കൽ ഓതി പഠിച്ചിട്ടുണ്ട്. ആലിമാണ്, പണ്ഡിതനാണ്. എന്നാൽ ജാട തീരല്ല. ഇന്ന് എല്ലാം ജാടകളാണ്. എവിടെ നോക്കിയാലും കാണുന്നതും കേൾക്കുന്നതൊക്കെ ജാടകളാണ്. അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ മൂന്നാമത്തെ കാര്യം പറയുന്നത്. ഗൗരവമുള്ള കാര്യമാണ്.